നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ വാശി യോഗ. അതെന്തോന്ന് വാശി യോഗ? അഷ്ടാംഗ യോഗ, മറ്റേ യോഗ ഒക്കെ ഫേമസ് ആണ്. ഈ വാശി യോഗ തമിഴ്നാട്, കേരള ഈ രണ്ട് സ്ഥലത്താണ് ഫേമസ് ആയിട്ടുള്ളത്. അത് ഒറിജിനലി അഗസ്ത്യർ 18 സിദ്ധന്മാരും അവരുടെ ട്രഡീഷനിൽ വരുന്ന യോഗയാണ് വാശി യോഗ. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ലോങ് ലൈഫ്, ഹെൽത്ത്, അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവും. ഇതിന് യോഗത്തിന്. അതുമാത്രമല്ല, ഇത് പെട്ടെന്ന് പകുതി നേരത്തിൽ മറ്റ് യോഗങ്ങൾ ചെയ്താൽ ഇത്ര കാലം പിടിക്കുന്നു, അതവിടെ പകുതി കാലത്തിൽ നല്ല റിസൾട്ട് കിട്ടും, ക്വിക്ക് റിസൾട്ട്. അപ്പോൾ ഇതാണ് വാശി യോഗ. ഈ വാശി യോഗ എന്ന് മറ്റ് അഷ്ടാംഗ യോഗത്തിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അഷ്ടാംഗ യോഗ ഒരു ഓർഡിനറി ലെവൽ. അപ്പോൾ അത് യമം നിയമമൊക്കെ ആസ് ഇറ്റ് ഈസ് സാധാരണ യോഗയിലുള്ളതുപോലെ തന്നെ അത് പാലിക്കണം. പിന്നെ ആസനങ്ങളൊന്നും കൂടുതലൊന്നും ചെയ്യേണ്ട. മറ്റേ യോഗയിൽ കൂടുതൽ ആസനങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല, 2-3 ആസനങ്ങൾ. 2-3 ആസനം വെച്ചാൽ ഇരിക്കുന്ന വജ്രാസനം, പിന്നെ എന്താ വെച്ചാൽ മാണ്ഡൂക്യ ആസനം, അങ്ങനെ 1-2 ആസനങ്ങൾ, സിദ്ധാസനം, ഇങ്ങനെയുള്ള ആസനങ്ങൾ ആണ് കൂടുതലായിട്ട് ഇതിൽ பயன்படுത്തുന്നത്. മറ്റെവിടെയായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന ആസനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇത് എത്ര വയസ്സായാലും ചെയ്യാം. വയസ്സായി തുടങ്ങുന്നത് എത്ര വയസ്സിലും തുടങ്ങാം. അപ്പോൾ ആസനം കുറച്ചേ ഉള്ളൂ. ഇനി പ്രാണായാമം എന്ന് പറയുമ്പോൾ, ഓർഡിനറി യോഗയിൽ ഉള്ള പ്രാണായാമത്തെക്കാട്ടിൽ ഇത് അഡ്വാൻസ്ഡ് ആണ്. സാധാരണ യോഗയിൽ വരുന്ന പ്രാണായാമം അത് ബ്രീത്തിങ്, എക്സ്റ്റേണൽ ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശ്വാസം വലിക്കുന്നു, അത് ലങ്സിൽ പോകുന്നു, അതിനെ പിടിച്ചു നിർത്തുന്നു, അത് കൺട്രോൾഡ് ബ്രീത്തിങ്. ഇത് അങ്ങനെയല്ല. ഇത് ചില സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്ത് അവിടെ ദശവായുക്കളെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ പേര് സൂക്ഷ്മ പ്രാണായാമം. വാശി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പ്രാണായാമം. അപ്പോൾ ഈ സ്ഥൂല പ്രാണായാമം, സൂക്ഷ്മ പ്രാണായാമം രണ്ടേയും കമ്പയർ ചെയ്യുമ്പോൾ സൂക്ഷ്മ പ്രാണായാമമാണ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹയർ ലെവൽ. അപ്പോൾ അതിൽ പല സൈസുകളുണ്ട്. വാശി യോഗയിൽ ആസനം, പ്രാണായാമം, മൂവ്മെൻറ്റ്, ഇങ്ങനെ 3 കമ്പൈനായ ചില എക്സസൈസ് ഉണ്ട്. അതിന് മയിൽക്കൂത്ത്, കുയിൽക്കൂത്ത്, മലൈക്കൂത്ത്, നെമിലിക്കൂത്ത്, സർപ്പക്കൂത്ത് എന്ന് പറയും. അതായത് ഡാൻസ് ഫോംസ്. ഇതിൽ എല്ലാമേ കമ്പൈനായി വരും. ഒരു ടൈപ്പ് വാശി യോഗ, അതിൻ്റെ പേര് കാകഭൂഷണ്ടർ വാശി മെത്തേഡ്. അത് നോക്കിയാൽ ഈ മുസ്ലിംസിൻ്റെ പ്രെയർ മാതിരി അത് ഒരു സിമിലറായിട്ട് വരും. ആക്ച്വലി ഇവിടെ ഇരുന്ന് കാകഭൂഷണ്ടരുടെ ലൈനേജിൽ വന്ന ഒരു സ്റ്റുഡൻറ്റ് രാംദേവ് മെക്കയിൽ പോയപ്പോൾ നബിയുടെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ നബിക്ക് ഇത് പറഞ്ഞു കൊടുത്തു എന്നും, നബിയുടെ ഒരു കമ്പൽഷനിലെ പേരിൽ നേരും മുസ്ലിമാ മാറിയെന്നും, അങ്ങനെ യൂസുഫ് എന്ന് പേരെ മാറ്റി രാംദേവ് അവിടെ പോയി ഈ നബിയുടെ കമ്പൽ ചെയ്തു, അങ്ങനെ മാറാവിട്ട വെട്ടിക്കളയെന്നൊക്കെ പറഞ്ഞപ്പോൾ യൂസുഫ് എന്ന് പേര് വെച്ച് അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞു കൊടുത്ത ഈ വാശിയോഗം തന്നെ പിന്നെ ഇപ്പം മുസ്ലിം തൊഴുകയായിട്ട് ഫോളോ ചെയ്തു. പിന്നെ അങ്ങേര് പതുക്കെ അവിടെ നിന്ന് വലിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് രക്ഷപ്പെട്ടു ഉയരും കൊണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും തമിഴ്നാട്ടിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഈ വാശിയോഗം കുറച്ച് ഇങ്ങനെ മൂവ്മെൻറ്റ് കൂടുതലുള്ള വാശിയോഗം. പക്ഷേ അടുത്ത സ്റ്റേജിലുള്ളത് കൊങ്കണ സിദ്ധരുടെ വാശിയോഗം വളരെ സബ്റ്റിലാണ്, ഈസിയാണ്, പക്ഷേ ഹൈ ലെവൽ റിസൾട്ട് വരും. അത് ഈ ആധാരങ്ങളെ ഓരോ ആധാരങ്ങളിലും പ്രാണശക്തിയെ ചെലുത്തി അത് ഒരു പ്ലീസിങ് സെൻസേഷൻ, ഒവ്വൊരു ദേഹത്തിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ നല്ല ഒരു ആക്റ്റീവ് ആവും. അങ്ങനെ ഒരു ബ്ലീസ്ഫുൾ അനുഭവം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് സൂര്യമണ്ഡലം, അഗ്നിമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്ന് പറയും. ചന്ദ്രമണ്ഡലം എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ മേലെ ഉള്ള വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഗുരുമണ്ഡലം, നിരാധാരം, പരമാണു വരെ പോകും. ഇതിന് ചന്ദ്രമണ്ഡലം. കൂൾ ആൻഡ് ഒരു ബ്ലിസ്ഫുൾ എനർജിയാണ് ഇവിടെ ഫീൽ ആകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എനർജി കൊണ്ടുപോയി നിരാധാരം വരെ കൊണ്ടുവരും. അപ്പോൾ ഈ വാശിയോഗത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റ് ഏരിയയിലിരിക്കുന്ന പ്രാണ എനർജിയെ തലയിൽ കൊണ്ട് അങ്ങനെ സ്പ്രൗട്ടിങ്,
ഒരുമാതിരി സ്പ്രിങ്ക്ലർ മാതിരി അങ്ങനെ എനർജി ഇതിങ്ങനെ ഡിസിപ്പേറ്റായി അതൊരു ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലിസ്ഫുൾ മിഡ് ബ്രെയിനിലൊക്കെ എനർജി പോകുമ്പോൾ അവിടെ ഉള്ള പ്ലഷർ സെൻറ്റേഴ്സ് ആണാകുമ്പം നല്ല ഒരു എക്സ്റ്റസി ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്റ്റസി ഉള്ളത് കൊണ്ട് ഈവൻ ബ്രെയിനിലുള്ള ഡാമേജ് അത് വന്നിരുന്നാൽ ശരിയാവും. ചില ആൾക്ക് ബ്രെയിൻ എന്തെന്ന് വെച്ചാൽ ഓവർ ടെൻഷനാൽ അതൊരു പലർക്ക് ഇപ്പോൾ ബാധിപ്പുകൾ വരുന്നുണ്ട്. അത് ആ ബാധിപ്പുകളൊക്കെ ഈ എനർജി കിട്ടുമ്പോൾ മാറും. അതുപോലെ കോൺസെൻട്രേഷൻ, ആക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, കണ്ണ്, കാത്, മൂക്കിനൊക്കെ ഒരു എക്സ്ട്രാ ബ്ലഡ് സപ്ലൈ, പ്രഷർ ആൻഡ് എനർജി ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ വാസിയോഗം എന്ന് പറയുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് സിദ്ധർ, ഒരുപാട് മെത്തേഡ് ഇരിക്കുന്നത്. കേരളത്തിൽ വടകരയിൽ സ്വാമി ശിവാനന്ദ എന്ന ഒരു ട്രഡീഷനുണ്ട്. അത് സ്വാമി ശിവാനന്ദ ഉണ്ടാക്കിയതല്ല, കണ്ടുപിടിച്ചതല്ല. നേരെ പഴനി അടിവാരത്തിൽ പോയി ഒരു സിദ്ധൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ്. പക്ഷേ ആ സിദ്ധൻ്റെ അടുത്ത് മുഴുവനാണ് പഠിച്ചില്ല. ഒരു ആത്മദർശനം എന്നൊരു സ്റ്റേജ് വേറെ പഠിച്ചിട്ട് മതിയാക്കിയിട്ട് വന്നു. ആക്ച്വലി അതിൻ്റെ മേലെ ശിവരൂപം, ശിവദർശനം, ശിവയോഗം, ശിവഭോഗം എന്ന 4 സ്റ്റേജുണ്ട്. അതിനു മുമ്പേ ഇങ്ങനെ വന്ന് ഇവിടെ തുടങ്ങി എല്ലാം ആത്മനമസ്കാരം എന്ന് പറഞ്ഞ് എല്ലാം ആത്മജ്ഞാനം അത് മതി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ വന്നല്ല. സോ ഈ തമിഴ് സിദ്ധന്മാരുടെ ടെക്നിക്ക് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്ന് സൗത്ത് ഇന്ത്യയിൽ അത് ഒരുപാട്. അപ്പോൾ ഇതിന് നമ്മൾ ഡെയിലി, ഞാനാണെങ്കിൽ ഡെയിലി 1 മണിക്കൂർ നേരം വെച്ച് 10 ദിവസമായിട്ട് ക്ലാസ് എടുക്കും. ഇല്ലെങ്കിൽ 1 ഡേ കാലത്ത് നിന്ന് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കും. അപ്പോൾ അതിനെ അവർ ചെയ്യാം. ഇത് ഒരു ശിവനെ അറിയാനുള്ള ശിവം എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ്നെസ്, ഹയർ ലെവൽ കോൺഷ്യസ്നെസ്, എനർജി കോൺഷ്യസ്നോട് ലയിക്കാനുള്ള മാർഗമാണ്. വാ ശി ഇങ്ങനെ പറയുമ്പോൾ ശിവ എന്ന് പറയും. അപ്പോൾ ഈ ബ്രീത്തിങ്ങിൽ ഇനി ബ്രീത്ത് വാ എന്നൊരു സ്ട്രെയിൻ, ഉടുമ ശി എന്ന് റിലാക്സ്, അതിൻ്റെ പേര് വെച്ചിട്ടാണ് വാശി എന്നുള്ള പേര് ഈ യോഗയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന് പ്രാണായാമം ഹൈ ലെവൽ, അത് കഴിഞ്ഞിട്ട് വാശി പ്രത്യാഹാരം എന്നൊന്നുണ്ട്. വാശി ചെയ്യുന്നവർ ജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വാശി പ്രത്യാഹാരം. അതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനേന്ദ്രിയ പ്രത്യാഹാരം, അന്ധകരണ പ്രത്യാഹാരം, നാഡിത്രയ പ്രത്യാഹാരം എന്നുണ്ട്. അതുപോലെ ധാരണ, വാശി ധാരണ, അത് പഞ്ചഭൂത ധാരണ, തന്മാത്ര ധാരണ, കർമ്മേന്ദ്രിയ ധാരണ, ഇങ്ങനെ പല 5-6 ടൈപ്പ് ധാരണ ഉണ്ട്. വാശി ധ്യാനം എല്ലാം അഡ്വാൻസ്ഡ്. വാശി സമാധി എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ അനാഹതത്തിൽ പ്രാണനെ നിലനിർത്തി ദേഹത്തെ കെടാതെ പല നൂറ്റാണ്ടുകളിൽ എങ്ങനെ ഇരിക്കുന്ന മാതിരി ഉള്ള അവർ സെറ്റപ്പ് ചെയ്തിട്ട് ഈ ദേഹത്തെ വിട്ട് അവർ പുറത്ത് പോയി ശിവ ഐക്യം, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനോട് അത് കണക്റ്റായി അങ്ങനെ വരുന്നവർക്ക് വീണ്ടും ജന്മങ്ങൾ ഉണ്ടാവില്ല. സോ ഇതും ശിവയോഗത്തിൻ്റെ പാർട്ടാണ്. അത് വന്ന് നിങ്ങൾ ഈ പയിற்சி കൊണ്ട് പെട്ടെന്ന് അവിടെ എത്താം. മറ്റു പയിற்சிകൾ വെച്ച് നിങ്ങൾക്ക് പല ഭക്തിമാർക്കും അതൊക്കെ പോയാൽ കൂടുതൽ ടൈം പിടിക്കും. പക്ഷേ ഇത് ക്വിക്ക് റിസൾട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് വാസിയോഗം പഠിക്കുന്നത്. എനർജി ലെവൽ ഇൻക്രീസ്, അപ്പം കായകൽപ്പ എഫക്റ്റ് ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവും, ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. പഠിക്കണമെന്ന് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.